ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഉപ്പേരി വറക്കൽ, ഓണത്തിന് സ്പെഷ്യൽ ഉപ്പേരി. അപ്പം എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഓണത്തിന് ഒരാഴ്ചയ്ക്ക് മുന്നേ ഉപ്പേരി വറുത്ത് വെക്കും. നിങ്ങളെന്നല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഉപ്പേരി വറക്കലാണ് ഇന്നത്തെ പരിപാടി. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി ഏത്തക്കൊല വെട്ടിക്കൊണ്ട് വന്നു. ഏത്തക്കൊല വെട്ടിക്കൊണ്ട് വരുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ഏത്തക്കൊല കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുകയാണ് ചെയ്യുന്നത് ഏത്തക്കൊല. അപ്പം പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഈ ഓണം ആകുമ്പോഴത്തേന് ഈ ഏത്തക്കായ്ക്ക് വില കൂടും, ഭയങ്കരമായിട്ട് വില കൂടും. അപ്പം അതുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് ഈ പ്രാവശ്യം ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ ഏത്തക്ക കിട്ടി. 5-6 വാഴയുണ്ട്, അതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം അത് ഞങ്ങൾ പോയി വെട്ടിക്കൊണ്ട് വന്നിട്ട് പിന്നെ അമ്മ അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് അത് ഞങ്ങൾ മഞ്ഞപ്പൊടിയുടെ വെള്ളം ഉണ്ടല്ലോ, കുറച്ച് പാത്രം എടുത്തിട്ട് അതിൽ മഞ്ഞപ്പൊടി കലക്കിയിട്ട് ആ വെള്ളത്തിൽ നമ്മൾ കായ എടുത്തിടും. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കറ പെട്ടെന്ന് വലിച്ചെടുക്കും. ഏത്തക്കയുടെ ഭയങ്കര കറയാണ്. അപ്പോൾ അതങ്ങ് വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഈ തോർത്തിയെടുത്താൽ മതി ഏത്തക്ക. അതുകൊണ്ടാണ് ഈ മഞ്ഞപ്പൊടിക്കകത്തിരുന്നത്. പിന്നെ വെള്ളത്തിൽ ഇറക്കി വെച്ചാലും മതി, സാധാ വെള്ളത്തിലിട്ടാലും മതി, അതിൻ്റെ കറ ഇറങ്ങിക്കോളും. അത് ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കറ ഇറങ്ങും, അതുകൊണ്ടാണ് സംഭവം. അപ്പോൾ അതിൻ്റെ കറയെല്ലാം വലിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് അതെടുത്ത് തോർത്തി പതിയെ ഇങ്ങനെ കറുപ്പിച്ചാത്തി കൊണ്ട് അമ്മ ഇങ്ങനെ അരിഞ്ഞ്, മറ്റേ ഈ സ്ലൈസറിന് അരിവാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇതും കൊണ്ട് തന്നെ അരിഞ്ഞാൽ മതി, അമ്മയ്ക്ക് ഇതാണ് എളുപ്പം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാനും കൂടെ സഹായിക്കാം എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നീ വെച്ച് അരിയണ്ട, നീ വെച്ച് അരിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് കിട്ടത്തില്ല. അതിന് ഞാൻ മറ്റേ സ്ലൈസർ എടുത്തിട്ട് അതുകൊണ്ട് അത് വെച്ച് അരിഞ്ഞ് കുറച്ച് കൊടുത്തെന്ന് പറഞ്ഞാൽ അത് വെച്ച് അരിയുമ്പോൾ പടപെടാൻ തീരും, 2 ഒരുമിച്ച് പിടിച്ച് അരിയുന്നത്. അപ്പോൾ അത് ഉപ്പേരിയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി, കായെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ അടുപ്പിൽ ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നമ്മുടെ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്. അതിന് ഇച്ചിരി ഇത് കൂടുതലായതുകൊണ്ട്, അത് പ്യൂരിറ്റി കൂടുതലായതുകൊണ്ട് അതാണ് ഉപയോഗിക്കുന്നത്. പ്യൂരിറ്റി കൂടുതലാണെന്നെങ്കിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ, നമുക്കറിയത്തില്ല എത്രത്തോളം ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഉണ്ട്, അത് ഞങ്ങൾ മേടിക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തോട്ട് ഈ അരിഞ്ഞു വെച്ച ഉപ്പേരിക്ക് വറക്കാൻ അരിഞ്ഞു വെച്ച കായെല്ലാം കൂടെ നമ്മൾ അതിനകത്തിട്ടിടണം. അതിനകത്തിട്ടിട്ട് നന്നായിട്ട് എണ്ണ എല്ലാ ഉപ്പേരിയിലും എല്ലാ ഇതിലും വരുന്ന പോലെ, കായലും വരുന്ന പോലെ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് അത് ഈ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇട്ടിട്ട് നമ്മൾ നല്ലപോലെ ഈ ഇളക്കിയിട്ട് കൊടുക്കണം. ഇളക്കിയിട്ട് കൊടുത്തില്ലെങ്കിൽ ഇതിങ്ങനെ കട്ടിയായിട്ട് ഇരിക്കും, 2-3 എണ്ണമൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതിനിട്ട് ഈ ഇളക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇത് ഇങ്ങനെ ഒരുമാതിരി ഈ ചില്ലെന്ന് പറഞ്ഞ് സൗണ്ട് വെക്കും. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തട്ടുന്ന സൗണ്ട് വെക്കും. ആ സൗണ്ട് കേൾക്കുമ്പോൾ അതിനകത്തിട്ട് കുറച്ച് ഉപ്പുനീര് ഒഴിച്ച് കൊടുക്കണം. ഉപ്പുനീര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കി ഇങ്ങനെ ഇതുപോലെ കോരി മാറ്റി ഈ കണ്ണാപ്പ ഉണ്ടല്ലോ, നമ്മൾ ചെറിയ കിഴുത്തുള്ള കണ്ണാപ്പ, അതിനകത്തോട്ട് വെക്കണം. അപ്പോൾ ഈ എണ്ണ ഊറിക്കുള്ളൂ. ഈ കണ്ണാപ്പയെന്ന് പറയുന്നത് അതിനകത്ത് ഇട്ടതുകൊണ്ട് കാണുന്ന ചെറിയ കിഴുത്തകളൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഇട്ടതാണ്, കാരണം ഇതിനത്ര കിഴുത്ത ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ മൊന പോലത്തെ നമ്മുടെ ചെറിയ കമ്പിയുണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് ചെറിയ കിഴുത്തിയാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഇത് തോരും. അവളിപ്പോൾ ചോറൊക്കെ ആണെന്നല്ലോ അതിനകത്ത് വിളമ്പി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തോർന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ 2ാമത്തെ ട്രിപ്പ് അമ്മ ഉപ്പേരി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി, അതുതന്നെ സെയിം പ്രോസസ്സിങ് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സാക്കി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഉപ്പ് പിടിക്കും. എന്നിട്ട് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് കോരി വാരി എടുത്ത് വീണ്ടും നമ്മുടെ കണ്ണാപ്പയ്ക്കകത്തിടുന്നത് ഇപ്പോൾ കുറച്ച് കാണിക്കുന്നില്ല, ഞാൻ കുറച്ചെടുത്ത് കഴിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് പരിപാടി, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് എപ്പോഴും പറയുന്ന പോലെയൊക്കെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.